BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ ഈ വർഷം ഇതുവരെ 1189 തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ്. വീടുകൾ, വെയർഹൌസുകൾ, വാഹനങ്ങൾ എന്നിവിടങ്ങളിലുണ്ടായ തീപിടുത്തങ്ങളടക്കമാണിത്. അപകടങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും സ്വീകരിക്കേണ്ടത് ചൂടുകാലത്ത് അത്യാവശ്യമാണെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ പൈലറ്റ് അലി അൽ ഖുബൈസി പറഞ്ഞു. ഉയർന്ന വേനൽക്കാല താപനില കണക്കിലെടുത്ത് പൗരന്മാരും താമസക്കാരും ഇക്കാര്യം ശ്രദ്ധിക്കണം. വീടുകളിലും കെട്ടിടങ്ങളിലും തീപിടുത്തമുണ്ടാകാനുള്ള പ്രധാന കാരണം അശ്രദ്ധയാണ്. വൈദ്യുതോപകരണങ്ങളും ലൈറ്റുകളും തീപ്പെട്ടികളും കുട്ടികൾ അശ്രദ്ധയോടെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. വൈദ്യുതി ഉപകരണങ്ങളും വൈദ്യുതി കണക്ഷനുകളും ഇടയ്ക്കിടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അറ്റകുറ്റപ്പണികളും യഥാസമയം ചെയ്യണം. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾക്ക് അമിത ലോഡ് കൊടുക്കരുത്. ഗ്യാസ് സിലിണ്ടറുകളും ശരിയായി പരിപാലിക്കണം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ വേണം അവ സൂക്ഷിക്കാൻ. അഗ്നിശമന ഉപകരണങ്ങളും വീട്ടിലും വാഹനങ്ങളിലും കരുതണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഈ വർഷം ഇതുവരെ വാഹനങ്ങൾക്ക് മാത്രം തീപിടിച്ച സംഭവങ്ങൾ 402 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാറിനുള്ളിൽ ബാറ്ററികൾ, ലൈറ്ററുകൾ, പെർഫ്യൂമുകൾ പോലെ എളുപ്പത്തിൽ തീപിടിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കരുത്. തീപിടുത്തം തടയാൻ കാറിന്റെ ഗ്ലാസുകൾ ചെറുതായി തുറന്നു വെക്കുന്നതും നല്ലതാണ്. തീപിടുത്തം കണ്ടാലുടൻ എയർ കണ്ടീഷൻ അടക്കം വൈദ്യുതോപകരണങ്ങൾ ഓഫ് ചെയ്യണം. സുരക്ഷാ സംവിധാനങ്ങളും മുൻകൂർ മുന്നറിയിപ്പ് ഉപകരണങ്ങളായ ക്യാമറകളും അലാറങ്ങളും സ്ഥാപിക്കാനും ശ്രദ്ധിക്കണം. പൊതു അവബോധമുണ്ടാക്കാനായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് വേനൽക്കാലത്ത് വിവിധ ബോധവൽക്കരണ പരിപാടികളും ക്യാമ്പയിനുകളും നടത്തുന്നുണ്ട്. പരിശീലന കോഴ്സുകൾ, ശില്പശാലകൾ എന്നിവയും നടത്തുന്നു. ആരാധനാലയങ്ങൾ, നീന്തൽക്കുളങ്ങൾ, വാണിജ്യ വ്യാവസായിക സ്ഥാപനങ്ങൾ, ഷെയർഡ് ഹോംസ്, വാഹനങ്ങൾ, ഇന്ധന സ്റ്റേഷനുകൾ എന്നിവയുടെ സുരക്ഷയെക്കുറിച്ച് പ്രത്യേക ക്യാമ്പയിനും നടത്തുന്നുണ്ട്. തൊഴിൽ താമസ വിസ നിയമങ്ങൾ ലംഘിച്ച 168 വിദേശ തൊഴിലാളികളെ നാട് കടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. നേരത്തെ നടത്തിയ പരിശോധനകളിൽ പിടികൂടിയ തൊഴിലാളികളെയാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട് കടത്താൻ കോടതി ഉത്തരവിട്ടത്. രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ ജൂലൈ 7 മുതൽ 13 വരെയുള്ള കാലയളവിൽ 408 പരിശോധനകളാണ് നടത്തിയത്. തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനകൾക്കിടയിൽ 58 നിയമവിരുദ്ധ തൊഴിലാളികൾ പിടിയിലായിട്ടുണ്ട്. തൊഴിൽ താമസ വിസ നിയമങ്ങൾ ലംഘിച്ചവരാണ് പിടികൂടപ്പെട്ടവരിൽ അധികവും. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും LMRA അധികൃതർ വ്യക്തമാക്കി. ദേശീയത, പാസ്പോർട്ട്, റെസിഡൻസ് അഫയേഴ്സ്, പോലീസ് ഡയറക്ടറേറ്റ് എന്നിവയുമായി ഏകോപിപ്പിച്ചാണ് പരിശോധനാ ക്യാമ്പയിൻ നടത്തിയത്. 14 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 10 ക്യാമ്പയിനുകൾ നടന്നു. നിയമലംഘനങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ തുടർ ദിവസങ്ങളിലും പരിശോധനയുണ്ടാകും. മനാമ ഹെൽത്ത് കോൺഗ്രസ് ആൻഡ് എക്സ്പോ 2024 ഡിസംബറിൽ നടക്കും. ഡിസംബർ 12 മുതൽ 14 വരെ എക്സിബിഷൻ വേൾഡിലാണ് എക്സ്പോ. സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്തിന്റെ സഹകരണത്തോടെയും സർക്കാർ ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെയുമാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നതെന്ന് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി CEO മറിയം അൽ ജലാമ പറഞ്ഞു. GCCയിലെ തന്നെ പ്രധാന മെഡിക്കൽ എക്സിബിഷനായിരിക്കും ഇത്. ബഹ്റൈൻ എക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ്, തംകീൻ തുടങ്ങിയവയുടെ പങ്കാളിത്തമുണ്ടാകും. ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ആധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ, ഹെൽത്ത് കെയർ ടെക്നോളജി എന്നിവ പ്രദർശിപ്പിക്കും. 9000 M2 എക്സ്പോ സ്പേസ് ആണ് ഒരുക്കുന്നത്. 10,000-ലധികം സന്ദർശകരെ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. 200-ലധികം സ്റ്റാളുകൾ ഉണ്ടായിരിക്കും. 100-ലധികം പ്രഭാഷകരാണ് ഇത്തവണ വിവിധ സെഷനുകളിലായി സംസാരിക്കുന്നത്. എക്സിബിഷനിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കും. ടീൻസ് ഇന്ത്യയും മലർവാടി ബഹ്റൈനും ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷനുമായി സഹകരിച്ച് നടത്തുന്ന സമ്മർ ഡിലൈറ്റ് സീസൺ 2 പുതുമയേറുന്ന പരിപാടികളുമായി ശ്രദ്ധേയമാവുന്നു. പ്രശസ്ത മോട്ടിവേഷണൽ ട്രെയിനറും കൗൺസിലറുമായ ഫാസിൽ താമരശ്ശേരി ക്ലാസ് എടുത്തു. കുട്ടികളിൽ അറിവും തിരിച്ചറിവും പകർന്നുകൊണ്ട് മൂല്യാധിഷ്ഠിതമായ വ്യത്യസ്തങ്ങളായ പഠന പ്രവർത്തനങ്ങൾ കോർത്തിണക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കൂട്ടുകാരെ പരസ്പരം അടുത്തറിയാനും സുഹൃത്ത് ബന്ധം ദൃഢമാക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കുട്ടികളിൽ കൗതുകമുണർത്തി. ക്യാമ്പ് ഡയറക്ടർ അബ്ദുൽ ഹക്ക്, ക്യാമ്പ് കോർഡിനേറ്റർ MM ഷാനവാസ്, മലർവാടി സെക്രട്ടറി ലൂന ഷഫീഖ്, ടീൻ ഇന്ത്യ കൺവീനർ ഫാത്തിമ സോലി, മറ്റ് ഗ്രൂപ്പ് മെന്റർമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു.
സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനിൽ വ്യാജരേഖകൾ സമർപ്പിച്ച് 1 ലക്ഷം ദിനാർ വെളുപ്പിച്ചെന്ന കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ ബഹ്റൈനിൽ വിട്ട എക്സിക്യൂട്ടീവിനെ ഇന്റർപോൾ പിടികൂടി. സൗദി അറേബ്യ അധികൃതരുടെ സഹകരണത്തോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പ്രായവും പൗരത്വവും വെളിപ്പെടുത്തിയിട്ടില്ല. ഇയാൾ സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷന്റെ ഫണ്ട് തട്ടിയതായി ആരോപിച്ച് അധികാരികൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. വ്യാജ തൊഴിൽ കരാറുകൾ ഉണ്ടാക്കി SIOക്ക് സമർപ്പിച്ച് 1,09,000 ബിഡിയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് കേസ്. പ്രോസിക്യൂഷൻ അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് ഇയാൾ രാജ്യം വിട്ടത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻ ആൻഡ് ഇക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റിയുമായി സഹകരിച്ച് അധികൃതർ അന്വേഷണം നടത്തുകയാണ്. സാംസ ബഹ്റൈൻ വാർഷിക ജനറൽ ബോഡി യോഗം കന്നഡ സംഘ ഹാളിൽ നടന്നു. പ്രസിഡന്റ് ബാബു മാഹി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സതീഷ് പൂമനക്കൽ സ്വാഗതം പറഞ്ഞു. 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി സതീഷ് പൂമനക്കൽ അവതരിപ്പിച്ചു. രക്ഷാധികാരികളായ മനീഷ് മുരളീകൃഷ്ണ, ജേക്കബ് കുച്ചുമോൻ, വൈസ് പ്രസിഡന്റ് സോവിൻ, നിർമ്മല ജേക്കബ്, ലേഡീസ് വിംഗ് പ്രസിഡന്റ് അമ്പിളി സതീഷ് എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ ഓണാഘോഷം ബാൻസൺ തായ് ഓഡിറ്റോറിയത്തിൽ സെപ്റ്റംബർ 20 നടത്താൻ തീരുമാനിച്ചു. ഓണാഘോഷ കമ്മിറ്റി കൺവീനറായി ജേക്കബ് കൊച്ചുമോനെയും തെരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികളായി ബാബു മാഹി, പ്രസിഡന്റ് ദിലീപ്, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ AV, ജനറൽ സെക്രട്ടറി സിതാര മുരളീകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി റിയാസ് കല്ലമ്പലം, ട്രഷറർ നിർമ്മല ജേക്കബ് എന്നിവരെയും തെരഞ്ഞെടുത്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം 100 ദിന കർമ്മ പരിപാടികൾക്ക് തുടക്കമായി. സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 22 വരെ നടപ്പാക്കുന്ന 100 ദിന കർമ്മ പരിപാടിയിൽ 100 ദിവസം കൊണ്ട് 47 വകുപ്പുകളിലൂടെയാണ് വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. അർബുദ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ, അവയവ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകൾ മുതലായവ ലാഭമെടുക്കാതെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി വഴി രോഗികൾക്ക് നൽകുന്ന പദ്ധതി ആരംഭിക്കും. ലൈഫ് മിഷനിലൂടെ പുതിയ 10,000 വീടുകൾ കൈമാറും. 30,000 പട്ടയങ്ങൾ കൈമാറും. 37 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പൂർത്തീകരണവും 29 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനവും നടക്കും. 456 റേഷൻ കടകൾ കൂടി കെ സ്റ്റോറുകളായി നവീകരിച്ച് 1000 കെ സ്റ്റോറുകൾ പൂർത്തിയാക്കും. 761 കോടി ചിലവിൽ നിർമ്മിച്ച 63 റോഡുകൾ, 28 കോടിയുടെ 11 കെട്ടിടങ്ങൾ, 90 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 9 പാലങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചവ ഉദ്ഘാടനം ചെയ്യും. 437 കോടി വകയിരുത്തിയ 24 റോഡുകൾ, 81 കോടി വരുന്ന 17 കെട്ടിടങ്ങൾ, 77 കോടി ചെലവ് വരുന്ന 9 പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും ഉടൻ നടക്കും. പേരൂർക്കടയിലെ വാഴയില ആറാങ്കലിൽ ഓടുന്ന കാറിന് മുകളിൽ മരം വീണ് യാത്രക്കാരി മരിച്ചു. തുളിക്കാട് സ്വദേശിനി മോളിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിന് പരിക്കേറ്റു. കൂറ്റനാൽമരം കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. വാഹനത്തിൽ കുടുങ്ങിയ ഇരുവരെയും ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. കാർ പൂർണ്ണമായി തകർന്നു. പുതിയ ക്രിമിനൽ നിയമത്തിലെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നൽകാത്തതിന് വനിതാ SIക്ക് ഇമ്പോസിഷൻ നൽകി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി. പതിവായി നടക്കുന്ന സാറ്റ റിപ്പോർട്ടിംഗിനിടെയായിരുന്നു SP ചോദ്യങ്ങൾ ഉന്നയിച്ചത്. വനിതാ SI ഉടൻ തന്നെ ഇമ്പോസിഷൻ എഴുതി മെയിൽ അയക്കുകയായിരുന്നു. 4 ദിവസം മുൻപ് നടന്ന സംഭവം ഇപ്പോഴാണ് പുറത്തുവന്നത്. IPCക്ക് പകരം ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചായിരുന്നു SP രാവിലത്തെ പതിവ് യോഗത്തിൽ പറഞ്ഞത്. ഇതിനിടെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വനിതാ SI പ്രത്യേക വകുപ്പിനെക്കുറിച്ച് അറിയില്ലെന്ന് പറയുകയും ചെയ്തു. BNS സംബന്ധിച്ച് ഇതിനോടകം നിരവധി പരിശീലനം നൽകിയിട്ടുണ്ടെന്നും അറിയില്ലെന്ന് പറയാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് SP ഇമ്പോസിഷൻ എഴുതാൻ ആവശ്യപ്പെട്ടത്. വെള്ളക്കടലാസിൽ എഴുതി മെയിൽ ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. SP ഉൾപ്പെടെ നേരിട്ടെത്തിയാണ് പത്തനംതിട്ടയിൽ ക്ലാസുകൾ നടത്തിയിരുന്നത്. അതേസമയം ഇത്തരം കാര്യങ്ങൾ സേനയ്ക്കുള്ളിൽ സാധാരണമാണെന്നും SP പ്രതികരിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിലും ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ജൂലൈ 19 പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലവിൽ തെക്കൻ ഛത്തീസ്ഗഡിനും വിദർഭയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം കേരള തീരത്ത് ശക്തിയേറിയ പടിഞ്ഞാറൻ, വടക്ക് പടിഞ്ഞാറൻ കാറ്റും നിലവിലുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലിനും കാറ്റോട് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ
മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.